ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, നമസ്കാരം. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ എന്റെ വേൾഡിൽ മെമ്പർ ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്റെ തൊട്ടടുത്ത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഒക്കെ മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 5 facts about me എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ ഒരു ഗെറ്റ് ടു നോ മീ ടാഗ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ കുറച്ചൊക്കെ എന്റെ ബേസിക് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പെടാത്ത എന്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ആണ്. അഞ്ചെണ്ണം മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് കുറെ പേരെന്റെ അടുത്ത് എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ കുറെ കമന്റ്സിലൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പൊ ഓക്കെ. അപ്പൊ ആദ്യത്തെ ഫാക്ട്, എന്റെ ഹൈറ്റ് എത്രയെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹൈറ്റ് കുറവുള്ളൊരു കുട്ടിയാണ് കേട്ടോ. 155 സെന്റിമീറ്റർ ആണ് എന്റെ ഹൈറ്റ്. കഷ്ടി ഒരു 5'1" ഉണ്ടെന്ന് പറയാം. അപ്പൊ സ്കൂളിലൊക്കെ നമ്മൾ ഈ എന്താ പറയാ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും മുമ്പിൽ തന്നെയാണ്. അങ്ങനെ ക്ലാസ്സിൽ ഏറ്റവും ഹൈറ്റ് കുറവുള്ള കുട്ടികളുടെ സെറ്റിലാണ് ഞാൻ പെടാറുള്ളത്. ഇനി രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് എന്റെ വെയിറ്റ് ആണ്. ഓക്കെ, ഈ വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് നമ്പർ ഒന്നും പറയണില്ല കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള കുട്ടിയാണ്. ആക്ച്വലി ഞാൻ പ്രഗ്നൻസിക്ക് മുന്നേ ഒരു സാധാരണ ലെവലിന്റെ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര എക്സ്ട്രീം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 2 പ്രഗ്നൻസി കഴിഞ്ഞതോടുകൂടി കയ്യിൽ നിന്ന് പോയി സംഭവം. അപ്പൊ ഇപ്പൊ ഞാനത് റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഫുഡ് കാണുമ്പോൾ ഞാൻ എല്ലാം മറക്കലാണ് പതിവ്. അപ്പം എന്താ പറയാ, അപ്പൊ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഹൈറ്റും കുറവാണ്, വെയിറ്റും നല്ലോണം ഉണ്ട്. ഹൈറ്റ് കുറവുള്ളതൊക്കെ കൂടെ ഞാൻ വെയിറ്റിൽ കൂട്ടി വെച്ചേക്കാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് മുടി കുറവാണെന്ന്. അതെ, അപ്പൊ അത് എനിക്ക് മുടി കുറച്ച് കുറവാണ്. എന്റെ എക്സ്ട്രീംലി തിൻ ഹെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും കഷണ്ടി ഉണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ മാത്രമാണ് 2 പെൺപിള്ളേരുള്ളത്. അപ്പോൾ എന്റെ കസിൻസിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും കഷണ്ടി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് പെൺകുട്ടികൾക്ക് കഷണ്ടി വരില്ല എന്നല്ലേ പറയാം. അപ്പൊ അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. മുടി മാക്സിമം കുറഞ്ഞിട്ടാണ്. അപ്പൊ മുടി എനിക്ക് വല്ലാണ്ട് കുറവ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനത് മാക്സിമം എന്താ പറയാ കുറെ DIYയും ഒക്കെ ചെയ്ത് ഇങ്ങനെ വല്ലാണ്ട് കൊഴിച്ചിലൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനുള്ളൂ. ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര തിക്ക് ഹെയർ ഒന്നും അല്ല കേട്ടോ. നാലാമത്തെ വരുന്നത് വെച്ചാല് ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ടൊക്കെ മേക്കപ്പ് ഇടാറുണ്ട്. പക്ഷെ നോർമലി ഒരു ഓഫീസിൽ പോകുമ്പോഴും വെറുതെ പുറത്തേക്ക് പോകുമ്പോഴൊന്നും ഞാൻ മേക്കപ്പ് ഇടാറില്ല. പക്ഷെ പാർട്ടികൾക്കും കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇടലുണ്ട്. അല്ലാതെ ഒരു റെഗുലർ ഡേ അല്ലെങ്കിൽ ഒരു നോർമൽ ഡേയിലൊന്നും ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ഇടാറില്ല. വെറും ബെയർ ഫേസ് ആയിട്ടാണ് പോകാറുള്ളത്. ആക്ച്വലി അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് എന്റെ കുറച്ച് പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവരെന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് നീ ഒന്ന് മേക്കപ്പ് തന്നിട്ട് വരാത്തെ, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടോടെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പണ്ടത്തെ നീ എന്റെയാണ്, വ്യത്യാസമൊന്നുമില്ല. വെറുതെ അതൊരു എന്താ പറയാ യൂട്യൂബിങ്ങിനോടുള്ളൊരു പാഷൻ കാരണം ചെയ്യുന്നത് പോലെ എന്താ പറയാ വെറുതെ മേക്കപ്പ് എന്നുള്ളത് ഒരു ആർട്ട് പോലെ ഞാൻ കാണുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ എപ്പോഴും മേക്കപ്പ് ഇട്ട് അങ്ങനെ എന്നും മേക്കപ്പ് ഇട്ട് നടക്കുന്ന ഒരാളൊന്നല്ല. പക്ഷെ എന്താ പറയാ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും അണിഞ്ഞൊരുങ്ങിട്ട് തന്നെയല്ലേ പോവാ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ മേക്കപ്പ് ഇടാറുണ്ടല്ലാതെ ഒരു റെഗുലർ ഡേയിലൊന്നും ഞാൻ അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. ഓഫീസിൽ പോകുമ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇനി ഫിഫ്ത്ത് ഫാക്ട്, അതായത് എന്നോട് കുറെ പേർ ചോദിച്ചിട്ടുണ്ട് ചേച്ചി വർക്ക് ചെയ്യാണോന്ന്. ഇത് ഞാൻ ആക്ച്വലി എന്റെ ഗെറ്റ് ടു നോ മീ ടാഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ എറണാകുളത്ത് തന്നെ. അപ്പോ ഒരു കല്യാണം 2 കുട്ടികളതിന് ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുന്നേ കുറച്ചാലും ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളതിന് ശേഷം, അത് കല്യാണത്തിന് മുന്നേ ആയിരുന്നു. കുട്ടികളതിന് ശേഷം ഒരു 2 years ആയിട്ടാണ് ഇപ്പൊ ഞാൻ വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ പറ്റിയിട്ടുള്ള ഒരു 5 facts. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ആക്ച്വലി നല്ല സമ്മതമുണ്ട് വീഡിയോ ചെയ്യാൻ, എന്റെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ പറയാൻ. അപ്പോൾ ഇതുവരെ അതുകൊണ്ട് എന്താ പറയാ ഹൈറ്റ് കുറഞ്ഞ വെയിറ്റ് കൂടിയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് മെയിൻലി ഞാൻ ലുക്ക് ബുക്സ് വീഡിയോസും അങ്ങനെ എന്താ പറയാ ഡ്രസ്സിങ് സ്റ്റൈലൊന്നും എന്റെ ചെയ്യാത്ത, പിള്ളേരുടെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതുവരെ. അപ്പം അതൊക്കെ കുറയട്ടെ. അപ്പൊ ഞാൻ ആലോചിക്കാം. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കുർത്ത സ്റ്റൈലിംഗ് വീഡിയോ ചെയ്യോ അല്ലെങ്കിൽ ഒരു സാരി ലുക്ക് ബുക്ക് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന് ധൈര്യമില്ലാത്ത സത്യം പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ അറിയാലോ, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. കുറച്ച് പ്രാസപ്പിച്ച് പറഞ്ഞു അല്ലേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ബി ഹാപ്പി, ബൈ.